എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഖത്തറിലെത്തിയ അവിടെ ചെന്നു. അവിടെ മേരി ഉണ്ടായിരുന്നു. അങ്ങനെ മേരി അവിടെ നിന്ന് പോയി എന്നെ അവിടെയാക്കി, എൻ്റെ പേരിൽ അയിലാന്നാക്കി. ഈ അറബിച്ച് എന്താണെന്നറിയോ, ഭ്രാന്തത്തിയാണ്. നമുക്കറിയില്ല, ഭ്രാന്തുണ്ട്. നല്ല വണ്ണവും പല്ലൊക്കെ മഞ്ഞ നിറവും മുടിയൊക്കെ പറന്ന് ഇട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് എന്നെ എപ്പോഴും ലൈലാ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എനിക്ക് ഇരിക്കാൻ തരും തരില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ കഴിക്കുമ്പോഴേക്കും വിളിക്കും, അപ്പോഴേക്കും ഓടിച്ചെല്ലണം. അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഷ്ടത്തിലായി. അങ്ങനെ കഷ്ടത്തിലായി നിൽക്കുന്ന സമയത്ത് കുട്ടികളെ ഇവള് ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ഇവള് സർക്കിയിട്ട് പോകും. എൻ്റെ അറബിയുടെ തറവാട് അവിടെ തൊട്ടടുത്താണ്. അവിടേക്കും പോകും അവൾ. അവിടെയും പോയിട്ട് വരും. അവിടെയും പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ആ പണി ചെയ്യ്, ഈ പണി ചെയ്യ്, ചപ്പാത്തി 50 ഉണ്ടാക്ക്, അങ്ങനെ ഓരോന്ന് പറയും ചെയ്യും. ഇവള് പറയുക, എൻ്റെ അടുത്ത് നിന്ന് ഹദ്ദാമേനൊക്കെ ഞാൻ കടിച്ചു പൊളിച്ചിട്ടുണ്ട്, ഞാൻ ഓടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയട്ടാ. അപ്പം ഞാൻ അടുത്ത വീട്ടിൽ ഇവിടെ തറവാട്ടിൽ 2 മലയാളി പെണ്ണുങ്ങളുണ്ട്. ഞാൻ അവരോട് പോയിട്ട് വിശേഷം ചോദിച്ചു പറയാം, അയ്യോ പയ്യത പ്രാന്തത്തി കേട്ടാ, അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോളോട്ടാന്ന് അവരെന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറബി വന്നു, സ്പോൺസർ റാഷീദ് വന്നപ്പോൾ ഈ ചപ്പാത്തി ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്തായാലും അതിൽ എത്രയും ചപ്പാത്തി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, മാമ പറഞ്ഞു ഇത്രയും ഉണ്ടാക്കാൻ ചോദിച്ചു. അപ്പോൾ അവൾ വന്നപ്പോൾ ചോദിച്ചു, എന്താ ഇത്രയും ചപ്പാത്തിയും ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അത് അടുത്ത വീട്ടിലെ അവർക്ക് വേണം, അതെ, ഇനി മേലൊക്കെ അങ്ങനെ ഉണ്ടാക്കിക്കരുത് എന്ന് അവളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ വേറെ ഓരോന്ന് ചെയ്യിപ്പിക്കുക. അയ്യോ തോറ്റു ഞാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 6 മാസം കഷ്ടപ്പെട്ട് എത്തി. അങ്ങനെ എത്തി, ശമ്പളം തരുന്നില്ല അവർ. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് എത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവള് എന്ത് ചെയ്തു, ഇവള് ഞാനും കൂടെ അങ്ങനെ വഴക്ക് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനും ഓരോന്ന് പറഞ്ഞിട്ട് അവളും എന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വഴക്ക് നടക്കുമ്പോൾ അറബി ഇത് കേട്ടിട്ട് ഒളിച്ച് നിന്ന് കേട്ടു. വന്നു കഴിഞ്ഞ് അറബിച്ചിന്ന് കുറേ വഴക്ക് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന ജോലിക്കാരൊക്കെ പോകണത് നീ കാരണമാണ്, നീ മര്യാദയ്ക്ക് നിൽക്കില്ല എന്നും പറഞ്ഞ് ഭയങ്കര വഴക്ക് കഴിഞ്ഞ് വിളി രാത്രി ഭ്രാന്തിൻ്റെ ഗുളിക കഴിക്കും. ഇത് കഴിച്ച് കഴിഞ്ഞ് വിളി എണീക്കുക 10 മണിക്കാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ കുട്ടികളെ സ്കൂളിൽ ഇടലും, ഞാൻ മഞ്ഞത്ത് ചെന്നിരിക്കലും, പിറ്റേന്ന് സ്കൂളിൽ കയറ്റി വിടലും, അവിടെ നിന്ന് വന്ന് അടിക്കലും കോരലും, ഇഷ്ടം പോലെ പണിയുണ്ട്. വീട് ചെറുതാണെങ്കിലും മുറ്റം കുറേ ഉണ്ട് അടിക്കാം, കോൺക്രീറ്റിലെ മുറ്റാട്ടാ. അപ്പം അങ്ങനെ അതൊക്കെ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ അറബിച്ചും ഞാനും ഭയങ്കര വഴക്ക് നടന്നപ്പോൾ ഇവിടെ എന്നെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കില്ല, എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇവള് എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഭ്രാന്തത്തിയാണല്ലോ, ഉറക്കാൻ അങ്ങോട്ട് തന്നെ ചെയ്തു പറഞ്ഞു. ഞാൻ എന്താ ചെയ്ത, എൻ്റെ അറബി തറവാട് അടുത്താണല്ലോ, ആ വീട്ടിലേക്ക് അവിടെ ഓടിപ്പോയിട്ട് എൻ്റെ സങ്കടം ഞാൻ ആ തള്ളയോട് പറഞ്ഞു, മാമ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല, പഹീത എന്നെ അടിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ തള്ള പറഞ്ഞു, അപ്പോൾ അവിടെ 2 മലയാളി പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു തന്നു, ആൾക്കാർ ശരിയല്ല കേട്ടാന്ന്. അവർക്ക് നല്ല സുഖമാണ്. അവർ രാവിലെ പണിയും കഴിഞ്ഞ് പുറത്ത് റൂമിലിരിക്കുക, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, അവർക്കുള്ള കറി ഉണ്ടാക്കുക, കഴിക്കുക. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എവിടെ ചെന്നാലും എനിക്ക് ജഗതിക്ക് കേസിൽ മേലെ അടി, അതേപോലെ എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് തള്ളോട് പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ തള്ള മോനെ വിളിച്ചു, റാഷീദിനെ വിളിച്ചപ്പോൾ റാഷീദ് ജോലി സ്ഥലത്ത് വന്നിട്ട് വലിയ വണ്ടി കൊണ്ടുവന്നിട്ട് ലൈലാൻ്റെ മേലൊക്കെ ഉണ്ടാവില്ല, ലൈല വായോ നാട്ടിലേക്കൊന്നും പോകണ്ട എന്നും പറഞ്ഞ് സ്നേഹത്തിൽ കൂടെ എന്നെ വിളിച്ചു കൊണ്ടുവന്നു. ഞാൻ അകത്താ കയറിയ വഴിക്ക് ഇവൻ ഈ കഥകൾ അടച്ചിട്ട് ചാട്ടവാറ എടുത്തു. തെരണ്ടി വാലുകൊണ്ട് കെട്ടിയതാണോ എന്തുട്ടാന്ന് അറിയില്ല, അതുകൊണ്ട് എൻ്റെ അകത്തും പുറത്തങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് അടിച്ചപ്പോഴേ ഞാൻ അങ്ങോട്ട് നേരെ വിളിച്ചു, എനിക്ക് 3-4 മക്കളെ ബാബാ എന്നെ കൊല്ലല്ലേ, ഞാൻ നാട്ടിൽ പോകണില്ല എന്ന് മണ്ടിവൻ്റെ കാല് പിടിച്ചു എന്നെ കുറേ അടിച്ചു. അങ്ങോട്ട് പുറത്തെക്കൂടെയും കാലുമ്മക്കൂടി അങ്ങോട്ട് അടിച്ച് തകിട് പൊടിയാക്കി. എന്നെ കൊല്ലുന്ന എനിക്ക് തോന്നി. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊന്നു കഴിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല, കച്ചറയിൽ കൊണ്ടിട്ടാൽ മതി, അങ്ങനെയാണ്. അപ്പം ഞാൻ പോകണില്ല ബാബാ, ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു കാല് പിടിച്ചു. അങ്ങനെ അവിടെ നിന്നപ്പോൾ അറബിച്ചിക്കും ഒരടി കൊടുത്തു.
എന്നിട്ട് അങ്ങനെ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും കരഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് പനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ, അവിടെ നിന്ന് അർപ്പിച്ച് രാവിലെ 10 മണിക്കല്ലേ എണീക്കുള്ളൂ. ഞാൻ എന്താ ചെയ്യുക, അവിടെ നിന്ന് ഒരു 8 മണിയായിപ്പോൾ അവിടെ നിന്ന് എണീച്ച്, അറബിയില്ലേ അവിടെ, അവൻ ജോലിക്ക് പോയെടുക്കാം. അവിടെ നിന്ന് എണീച്ച്, അപ്പോൾ ഈ ഓഫീസിലത്തെ മുസ്തഫയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അവിടെ നിന്ന് എണീച്ചിട്ട് ഗേറ്റാ കടന്ന് മുസ്തഫയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയാണ് നിൻ്റെ ഓഫീസ്, ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്ക് അവിടെ നിൽക്കണ്ടായിരുന്നു, തല്ലി തവിടുപൊടി വെക്കിയെന്ന് പറഞ്ഞു. അപ്പം മുസ്തഫ വഴി പറഞ്ഞു തന്നു. ഒരു ടാക്സിക്കാരനെ ഞാൻ വിളിച്ചു, ടാക്സിക്കാരനോട് വഴിയും പറഞ്ഞു അവൻ്റെ ഓഫീസിൽ ചെന്നു. അവൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മേലെ മുഴുവൻ ചാട്ടവാർക്കടിച്ച പാടുകളാട്ടാ, മുഴുവൻ ചോര കക്കി കെടുക്കുക. എനിക്കാണെങ്കിൽ വയ്യ, പനിച്ചിട്ടും എനിക്ക് തീരെ വയ്യ. അപ്പോൾ മുസ്തഫയോട് പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം മുസ്തഫ, എന്നെ തല്ലി തവിട് പൊടിയാക്കി എനിക്ക് ഇനി നിൽക്കണ്ട, എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മുസ്തഫ ശരി എന്നാൽ മോളിൽ പോയിരിക്കുന്നു പറഞ്ഞു. എന്നെ മുകളിൽ റൂമുണ്ട്, അവിടേക്ക് വിട്ടു. അപ്പോൾ അവിടെയും ജോലിക്കാർ വന്നിരിക്കുക, വീടുകൾ ശരിയല്ലാണ്ട് കുറേ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിരുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം മുസ്തഫ എന്ത് ചെയ്തു, അർബിനെ വിളിച്ചു, റാഷീദിനെ വിളിച്ചു. അപ്പോൾ റാഷീദ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പണി ചെയ്തത്, എന്തിനാ ജോലിക്കാരിനെ നിങ്ങൾ തല്ലണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറ്റി വിട്ടാൽ പോലെ, എന്ത് പണിയാണ് ചെയ്ത്, വന്നിട്ട് 6 മാസമായിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ ആരും നിൽക്കില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അപ്പോൾ റാഷീദ് എന്ത് പറഞ്ഞു, മുസ്തഫ ഇനി പ്രശ്നം ഉണ്ടാവില്ല, എനിക്കങ്ങോട്ട് പ്രഷർ കൂടി, അത് കാരണമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇനി മേലാക്കം ഞാൻ ചെയ്യില്ല കേട്ടാ, ഇനി മേലാക്കം ചെയ്യില്ല എന്ന് പറഞ്ഞു മുസ്തഫയോട് പറഞ്ഞു. അപ്പോൾ മുസ്തഫ എന്നെ വിടില്ല, എന്താണെന്ന് വെച്ചാൽ മുസ്തഫയുടെ കാശ് പോവേ, അത് കാരണം എന്നെ വിടില്ല. അപ്പം എന്നോട് മുസ്തഫ പറഞ്ഞില്ല, ഇല്ല അതെ എന്നെ പറഞ്ഞു നീ എന്തായാലും അവിടെ സമാധാനത്തിൽ നിൽക്കുക, ഒരു കൊല്ലം എത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് എനിക്ക് പനിച്ചിട്ട് തുള്ളിയിട്ട് ഞാൻ പുതച്ച് മൂടിയിട്ടാട്ടാ അവിടെ ഇരിക്കണത്. അങ്ങനെ ഈ അറബി വന്നിട്ട് ലൈലാനി മേലാക്കം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മാപ്പ് പറഞ്ഞ് അങ്ങനെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.